മീറ്റ് ദി കാൻഡിഡേറ്റിൽ നമ്മോടൊപ്പം പീരുമേടിൽ നിന്നും ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥി കെ സലീംകുമാർ ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. എത്രത്തോളം പ്രതീക്ഷയോടെയും ആണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? എത്രത്തോളം വിജയ ശതമാനം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, എത്രത്തോളം പ്രതീക്ഷയോടെയൊക്കെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ താങ്കൾ നേരിടുന്നത്? 100% വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. മുൻപ് എന്നത്തെക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലത്തിൽ വിജയിക്കും. എന്തുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസ് ആയി ഇത്രയായി 100% വിജയപ്രതീക്ഷയോടെ ഈ ഇലക്ഷനെ നേരിടാൻ സാധിക്കും, അല്ലെങ്കിൽ വിജയിച്ചു വരും എന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നത്? പീരുമേടിന്റെ വികസന കാര്യങ്ങളിൽ വലിയ മുൻതൂക്കമാണ് ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തെ ബാധിക്കുന്നു അല്ലെങ്കിൽ മണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്ന തോട്ടം തൊഴിലാളികളുടെ വിഷയങ്ങളിൽ ഒട്ടനവധിയായ പരിഹാര മാർഗങ്ങളും അവരെ ചേർത്ത് നിർത്തുന്ന ഒട്ടനവധി തീരുമാനങ്ങളും ഗവൺമെന്റ് സ്വീകരിച്ചത് തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ഈ ഗവൺമെന്റിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ ഇടയായിട്ടുണ്ട്. അവരുടെ തോട്ടം നവീകരിക്കുന്നതിന് വേണ്ടി 20 കോടി രൂപ അനുവദിച്ചത്, അതോടൊപ്പം തന്നെ ഇപ്പോൾ തോട്ടം തൊഴിലാളികളുടെ ശമ്പളം ഗവൺമെന്റ് മുൻകൈ എടുത്ത് 48 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തതും അതിനൊരു ഇടയായ കാര്യമായി നമ്മൾ കാണുകയാണ്. ഗവൺമെന്റിന്റെ ജനക്ഷേമ പദ്ധതികൾക്ക്, ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരമാണ് ഈ മണ്ഡലത്തിലുള്ളത്. ഈ തോട്ടം തൊഴിലാളികളുടെ ഒരു ഉന്നമനത്തിനായിട്ട്, അവരുടെ നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായിട്ട് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ ജയിച്ചു വന്നാൽ താങ്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? തോട്ടം തൊഴിലാളികളുമായി തോട്ടവുമായി ബന്ധപ്പെട്ട ചില കേസുകൾ കോടതികളിൽ നിലനിൽക്കുന്നുണ്ട്. ആ കേസുകളെല്ലാം ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള മുൻകൈ പ്രവർത്തനം നടത്തും. അതോടൊപ്പം തന്നെ പ്രതിസന്ധിയുള്ള തോട്ടങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിച്ച് കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കി തോട്ടം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള മുൻകൈ എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ടൂറിസം മേഖലയെ എങ്ങനെ പ്രയോജനപ്പെടുത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നിലവിൽ ടൂറിസം മേഖലയ്ക്ക് ഇവിടെ ഒരു വികസനം ഉണ്ടായിട്ടുണ്ടോ? അതിന് വീണ്ടും തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പീരുമേട് മണ്ഡലത്തിൽ ടൂറിസം മേഖലയിൽ വലിയ വികസനത്തിന്റെ ഭാഗമാണല്ലോ വാഗമൺ. ഒക്കെ ഉദാഹരണമായി പറയാൻ പറ്റുന്നു. അപ്പോൾ വാഗമൺ മാത്രമല്ല, വാഗമൺ, പരുന്തുംപാറ, തേക്കടി അടങ്ങുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ എല്ലാം പുറത്തിണക്കിക്കൊണ്ട് പീരുമേടിനെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റണം. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമായി നമുക്ക് ജില്ലയിലുള്ളതും പുറത്തുള്ളതുമായി ബന്ധപ്പെടാൻ കഴിയും. അങ്ങനെ ബന്ധപ്പെടാൻ കഴിയുമ്പോൾ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകളെ കൂടുതൽ നമ്മുടെ പീരുമേട് മണ്ഡലത്തിലേക്ക് നമുക്ക് ആകർഷിക്കാനും കൊണ്ടുവരുവാനും കഴിയും. അവരുടെ ആ ഒരു വരവിനെ കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് അങ്ങനെ എല്ലാവരും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള തൊഴിലവസരം ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് കൊടുക്കാനും കഴിയും. അതിനാണ് മുൻതൂക്കം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. പീരുമേടിനെ സംബന്ധിച്ചോളം കുടിവെള്ള പ്രശ്നം, അതുപോലെ ഗ്രാമീണ റോഡുകളുടെ ഒരു ശോചനീയാവസ്ഥ എത്രത്തോളം പരിഹരിക്കപ്പെട്ടു? ഇനി അത് പരിഹരിക്കപ്പെടേണ്ട സാഹചര്യങ്ങളോ ഉണ്ടോ? വേറെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന സാഹചര്യങ്ങളുണ്ടോ? ഞാൻ മണ്ഡലത്തിലുടനീളം സ്ഥാനാർത്ഥി പര്യടനം എന്ന നിലയിൽ പോയപ്പോൾ റോഡുകളുടെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ടു എന്ന് പറയുന്ന ചില എസ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ എസ്റ്റേറ്റിനുള്ളിലൂടെ പോകുന്ന ചില ഒറ്റപ്പെട്ട ചില റോഡുകളുമായി ബന്ധപ്പെട്ടതാണ്. ആ റോഡുകളെല്ലാം അതിൻ്റെ നിർമ്മാണങ്ങൾ നടത്തുവാനുള്ള ഫണ്ടൊക്കെ അനുവദിച്ച് കിടക്കുന്നതാണ്. ചില തോട്ട ഉടമകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് തീർക്കേണ്ട ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിച്ചാൽ നമ്മുടെ മണ്ഡലത്തിൽ ആകമാനം റോഡുകളുടെ വികസനം വലിയ തോതിൽ നടന്നിട്ടുണ്ട്. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട്, ജലനിധിയുമായി ബന്ധപ്പെട്ട വലിയ ഒരു സ്കീം തന്നെ നമ്മുടെ മണ്ഡലത്തിൽ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ചില ഒറ്റപ്പെട്ട മേഖലകളില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ 7 പഞ്ചായത്തിൽ പര്യടനത്തിന് പോയപ്പോൾ 1-2 കേന്ദ്രങ്ങളിലാണ് ചെറിയ കുടിവെള്ള ക്ഷാമത്തെക്കുറിച്ച് എൻ്റെ ശ്രദ്ധപ്പെടുത്തിയതായിട്ട് എൻ്റെ ശ്രദ്ധയിലുള്ളൂ. അത്തരം വിഷയങ്ങൾക്കെല്ലാം മുൻതൂക്കം കൊടുത്ത് കുടിവെള്ള പ്രശ്നം, ഗതാഗത യോഗ്യമല്ലാത്ത ഏതെങ്കിലും റോഡുകൾ, ഇപ്പം നിലവിൽ ഞാൻ പറഞ്ഞില്ല 1-2 തോട്ടങ്ങളുമായി ബന്ധപ്പെട്ടത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ല മനോഹരമായ റോഡുകളാണ് നമ്മുടെ മണ്ഡലത്തിലുള്ളത്. അത്തരം പ്രശ്നങ്ങളെല്ലാം എന്താണെന്ന് കൂട്ടായി ഇരുന്ന് ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. UDF NDA സ്ഥാനാർത്ഥികളെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? നമ്മൾ മത്സരരംഗത്ത് നിൽക്കുമ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ചെറുതായി ഒരിക്കലും കാണാൻ പാടില്ല. അവരെ ആ രീതിയിൽ തന്നെയാണ് ബഹുമാനിക്കുന്നത്. കാരണം സ്ഥാനാർത്ഥിയായി വരുന്ന ആരും നമ്മൾ എതിരാളിയായി തന്നെ നമ്മൾ കാണണം. അത് അന്നേരമാണെങ്കിലും ഒരു മത്സരം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പീരുമേട് മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ മുൻപ് എന്നത്തെക്കാളും നല്ല വിജയപ്രതീക്ഷയോടുകൂടി വിജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണുള്ളത്.
ഈ അകാലത്തിൽ നമ്മളെ വേർപെട്ടു പോയ ശ്രീ വാഴൂർ സോമന്റെ അദ്ദേഹത്തിന്റെ ഒരു നിര്യാണം ഈ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കും എന്ന് കരുതുന്നുണ്ടോ? വാഴൂർ സോമന്റെ നിര്യാണം നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും തോട്ടം തൊഴിലാളികൾക്കും പീരുമേടിനും ഉണ്ടായത് വലിയ നഷ്ടമാണത്. എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹമുള്ള എൻ്റെ പ്രസ്ഥാനത്തിലെ ഒരാളാണ് വാഴൂർ സോമൻ. വാഴൂർ സോമന്റെ വേർപാടിന് ശേഷമുണ്ടായ വിടവ് മുഖ്യമന്ത്രിയും സ്പീക്കറും ഈ മണ്ഡലത്തിൽ കുറവുകൾ കൂടാതെ പരിഹരിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ വാഴൂർ സോമന്റെ ഒരു പിൻഗാമിയായി വരുന്ന എനിക്ക് വലിയ പിന്തുണയാണ് ആ മേഖലയിൽ നിന്നെല്ലാം, ഈ വോട്ടർമാരിൽ നിന്നെല്ലാം എനിക്ക് ലഭിക്കുന്നത്. ഈ പീരുമേടുമായിട്ടുള്ളൊരു ആത്മബന്ധം എങ്ങനെയാണ്? തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ച് അങ്ങനെ വന്നൊരു ബന്ധമാണോ, അതോ വർഷങ്ങളായിട്ട് എങ്ങനെയാണ് പീരുമേടുമായിട്ടുള്ളൊരു ആത്മബന്ധം? എനിക്ക് പീരുമേടുമായിട്ടുള്ള ആത്മബന്ധം തുടങ്ങിയത് 36 വർഷം മുമ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ഏലപ്പാറ വന്നത് മുതലുള്ള ബന്ധമാണ് എനിക്കുള്ളത്. ഇപ്പം ഞാൻ HL യൂണിയൻ്റെ വർക്കിംഗ് പ്രസിഡന്റാണ്. വാഴൂർ സോമന്റെ വേർപാടിന് ശേഷം ഞാൻ പീരുമേട്ടിലെ തോട്ടം തൊഴിലാളി യൂണിയൻ്റെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കൺവീനർ എന്ന നിലയിലും അതുപോലെ തന്നെ CPIയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലും ഞാൻ ഇപ്പോൾ ഈ മണ്ഡലത്തിൽ, ഇപ്പോഴെന്നല്ല ആ കാലഘട്ടത്തിലെല്ലാം വളരെ ഏറെ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട്, ഈ മണ്ഡലത്തിലെ വോട്ടർമാരുമായി ബന്ധപ്പെട്ട്, ഈ മണ്ഡലത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഈ CPIയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടീനെ ജില്ലയിൽ നയിച്ചുകൊണ്ട് പോകുന്നതിന് ഒരു വലിയൊരു വെല്ലുവിളിയായിരുന്നു അത്, ആ ഒരു ചുമതല? ഇല്ല, ജില്ലാ സെക്രട്ടറി ആവുക എന്ന് പറയുന്നത് പാർട്ടി സഖാക്കൾ തരുന്ന വലിയ അംഗീകാരമല്ലേ. അവരെന്നെ ഏൽപ്പിച്ച ജോലി സത്യസന്ധമായി അവരോടൊപ്പം നിന്നുകൊണ്ട് പാർട്ടിക്ക് കൂടുതൽ വളർച്ച ഉണ്ടാക്കാനും പാർട്ടിക്ക് കരുത്തുണ്ടാക്കുവാനും പാർട്ടിയുടെ ശബ്ദം ഈ ജില്ലയിൽ മുഴങ്ങുവാനും ഇടയാകുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കൂട്ടായിട്ട് നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു മുന്നണികളിൽ നിന്ന് നമ്മളുടെ ഒരു പ്രചാരണത്തിന് എന്ത് വ്യത്യസ്തതയാണുള്ളത്? എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രചാരണ രീതികൾ മറ്റു മുന്നണികളിൽ നിന്ന് നമുക്ക് പറയത്തക്ക എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ നമ്മുടെ പ്രചാരണ രീതികൾക്ക്? തെരഞ്ഞെടുപ്പ് പ്രചരണം മണ്ഡലത്തില് വോട്ടർമാരെ നേരിട്ട് കണ്ട് അവരുമായി സംസാരിച്ച് വോട്ട് ചോദിക്കുന്ന പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ പ്രവർത്തനം നല്ല നിലയിൽ സഖാക്കൾ ഏറ്റെടുത്ത്, LDFന്റെ പ്രവർത്തകർ ഏറ്റെടുത്ത്, LDFനെ സ്നേഹിക്കുന്നവർ ഏറ്റെടുത്ത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. പുതുതലമുറയിലെ യുവാക്കളെ അല്ലെങ്കിൽ യുവാക്കളെ ആകർഷിക്കാനായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയ ഇന്നൊരു പ്രധാന ഘടകമാണല്ലോ. സോഷ്യൽ മീഡിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾ സോഷ്യൽ മീഡിയ പ്രവർത്തനം നല്ല നിലയിൽ ഗവൺമെന്റിന്റെ നേട്ടങ്ങളും പ്രവർത്തനങ്ങളും മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും എല്ലാം ജനങ്ങളിൽ എത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നന്നായി അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. ഈ NDAയുടെയും UDFന്റെയും എല്ലാം ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ഭൂമാഫിയയ്ക്ക് ഒപ്പം നിന്നല്ലാതെ അവരെ സഹായിക്കുന്ന ഒരു നിലപാടാണ് LDF സ്വീകരിച്ചത് എന്നുള്ളൊരു ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണങ്ങളോട് എങ്ങനെയാണ് അങ്ങ് പ്രതികരിക്കുന്നത്? കയ്യേറ്റക്കാർക്ക് എന്നും എതിരായിട്ട് നിന്ന് നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് CPIയും അതുപോലെ തന്നെ ജില്ലയിലെ LDF ജില്ലാ നേതൃത്വം. ഇനി വരാൻ പോകുന്ന തലമുറയോട്, ഇനി നമുക്ക് വരുന്ന ഒരു യുവതലമുറയോട് അവരെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കാൻ എന്തൊക്കെയാണ് നിങ്ങൾ മാതൃകാപരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? വരും തലമുറ എന്ന് പറയുന്നതാണല്ലോ ഭാവി. ആ ഭാവി തലമുറയെ കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരെ കണ്ണികളാക്കി നാടിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തന പരിപാടികൾക്ക് അവരുമായി ഇരുന്ന് ആലോചിച്ച് രൂപം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെയുള്ളതാണ് നമ്മുടെ ഇവിടെ പീരുമേട്ടിലെ കാർഷിക മേഖല. അപ്പൊ ഈ കർഷകരെയും അതുപോലെ ഈ വന്യമൃഗശല്യം എല്ലാം ഒരു രൂക്ഷമായി വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ കർഷകരെയും ഈ വന്യമൃഗശല്യം ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം, അവരെ സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു പദ്ധതി, മാസ്റ്റർ പ്ലാൻ എന്തെങ്കിലും തയ്യാറാക്കിയിട്ട് അങ്ങനെ ഒരു പദ്ധതിനെ കുറിച്ച് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ജില്ലയിലെ കൃഷിക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും സങ്കീർണമായ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണല്ലോ. ജില്ലയിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിക്കൊണ്ടുള്ള ഭൂനിയമം വന്നു. ഇപ്പോൾ പുതിയ നിർമ്മാണ അനുമതി കൊടുക്കുവാനുള്ള തീരുമാനവും നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതെല്ലാം നമ്മളെ കൃഷിക്കാരെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമാണ്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഏലം മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഏലം കൃഷിക്കാരെ സഹായിക്കേണ്ടത് സ്പൈസസ് ബോർഡാണ്. പക്ഷേ ഇവിടെ വരൾച്ച അടക്കമുണ്ടായ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഏലം കൃഷിക്കാരെ സ്പൈസസ് ബോർഡ് സഹായിച്ചില്ല. പക്ഷേ കേരളത്തിലെ കൃഷി വകുപ്പും കേരളത്തിലെ ഗവൺമെന്റും
അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് 15 കോടി രൂപ അവർക്ക് ധനസഹായം കൊടുത്തുകൊണ്ട് അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ കൃഷിക്കാരെ എല്ലാം ചേർത്ത് പിടിച്ചു. കൃഷിക്കാർക്ക് ക്ഷേമനിധി, അങ്ങനെ എന്തെല്ലാം പദ്ധതികളാണ് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള നടപടികളല്ലേ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള. കൃഷിക്കാരെല്ലാം നമ്മുടെ കൂടെയുണ്ട്. അവരുടെ ഭാവി കാര്യങ്ങളെ സംബന്ധിച്ചും അവരുടെ പട്ടയ പ്രശ്നങ്ങളെ സംബന്ധിച്ചും എല്ലാം നിലവിൽ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം കൊടുത്ത് അവരെ ചേർത്ത് നിർത്തും. കെ സവീൻകുമാർ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പീരുമേട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആദ്യം ശബ്ദിക്കുന്നത് ഏത് കാര്യത്തിന് വേണ്ടിയായിരിക്കും, എന്ത് വിഷയത്തിന് വേണ്ടിയിട്ടായിരിക്കും? പീരുമേടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടും തോട്ടം തൊഴിലാളികളുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ടൂറിസം സാധ്യതകൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും കൃഷിക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ അത് ചിന്തിക്കുന്നത്. അവസാനമായിട്ട് പീരുമേട്ടിലെ ഓരോ വോട്ടർമാരോടും ഓരോ ജനങ്ങളോടും താങ്കൾക്ക് എന്താണ് പറയുവാനുള്ളത്? പീരുമേട്ടിലെ വോട്ടർമാരോട് പറയാനുള്ളത് കുടുംബത്തിലെ ഒരംഗമായി എന്നെ ചേർത്ത് പിടിക്കുക. ഞാൻ ഒപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ അരുവാൾ നിൽക്കതിർ ചിഹ്നത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഇടനിലക്കാരില്ലാതെ കാണുവാനും എന്നോട് സംസാരിക്കുവാനും അവരുടെ ഒപ്പം ജീവിക്കുവാനും ഞാനുണ്ട് എന്ന ഉറപ്പാണ് എനിക്ക് കൊടുക്കുവാനുള്ളത്. പീരുമേട് നിയോജക മണ്ഡലം തുടർച്ചയായി വീണ്ടും വൻ ഭൂരിപക്ഷത്തിൽ നിലനിർത്തുവാൻ സാധിക്കുമെന്ന തികഞ്ഞ വിജയപ്രതീക്ഷയോടെയാണ് LDF മുന്നോട്ട് പോകുന്നത്. എല്ലാ വിജയാശംസകളും നേരുകയാണ്. ഓക്കെ, നമസ്കാരം.